നിങ്ങളുടെ ചിന്തകളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് ഒരാൾ കടന്നു വരുന്നതായും നിങ്ങളുടെ ചിന്തകളെ ഭീകരമായിട്ട് ഒരാൾ വാച്ച് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു തോന്നലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്? നമ്മുടെ ചിന്തകളെ മറ്റുള്ളവർ വാച്ച് ചെയ്യുകയും ആ ഒരു തോട്ട് ഒബ്സഷനായി നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതെ, ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്റെ ചിന്തകൾ എന്റെ തലയിൽ നിന്ന് പോയി മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചേരുന്നു, എയറിലൂടെ അത് ട്രാവൽ ചെയ്യുന്നു എന്നൊക്കെ തോന്നുകയും അതോടൊപ്പം തന്നെ ഒരു പാരനോയ, ഒരു സംശയം, എപ്പോഴും ഒരു സംശയ ദൃഷ്ടി മറ്റുള്ളവർക്ക് മേൽ വരികയും ചെയ്യുക. അവർ എന്റെ ചിന്തകൾ മനസ്സിലാക്കി, ഞാൻ മാത്രം ചിന്തിക്കുന്ന എന്റെ ചിന്തകൾ അവർ മനസ്സിലാക്കി, അവർ എന്തൊക്കെയോ എന്നെ കുറിച്ച് പറയുന്നു എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തകൾ. ഇത് പല രീതിയിലാണ് ആളുകളിൽ ഉണ്ടാകുന്നത്. അതായത് കൂടുതൽ സ്ട്രെസ്, ആൻസൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്റെ ചിന്തകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് അവരെന്നോട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ. ആ വ്യക്തി വളരെയധികം സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് വരാകുന്ന ഒരു സൈക്കോട്ടിക് സിറ്റുവേഷൻ ആയിട്ടും ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് സ്കിസോഫ്രീനിയ പോലുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഡിസോർഡറിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഡെലൂഷൻ എന്നുള്ള രീതിയിലാണ്. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഫോൾസ് ബിലീഫാണ്. ഈ ഫോൾസ് ബിലീഫ് എന്ന് പറയുന്നത് മറ്റുള്ളവർ അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ചിന്തകളെ വിളിച്ചു പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കൂടെയുള്ള ചിന്തകൾ വന്നുകൊണ്ട് ചിലപ്പോൾ ഇതൊരു സൈക്കോട്ടിക് കണ്ടീഷൻ ആയതുകൊണ്ട് അവിടെ അഗ്രസീവ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വരുന്ന വേറൊരു സിറ്റുവേഷൻ ആണ് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിലും ഇത് വരാം. അതോടൊപ്പം തന്നെ വരാവുന്ന വേറൊരു സിറ്റുവേഷൻ ആണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് മാനിയയുടെയും ഡിപ്രഷനും മാറി മാറി ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മാനിയയുടെ സമയത്ത് ഒരു വ്യക്തി ഒരു ഹൈറ്റൻഡ് മൂഡിലേക്ക് പോവുകയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹൈറ്റൻഡ് ആവുകയും ആ അവസ്ഥയിൽ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോ ഇത് പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് കണ്ടീഷൻസിൽ അല്ലാതെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഈ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണെന്നുള്ളൊരു തോന്നലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുകയും നമ്മൾ ഭയങ്കര ഓവർ സെൽഫ് കോൺഷ്യസ് ആവാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത ഈ സിറ്റുവേഷനിൽ നമുക്ക് കൂടുതലാണ്. അപ്പൊ എന്താണ് ഇവിടെ ബയോളജിക്കലി സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സംഭവിക്കുമ്പോൾ മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റഡ് ആവുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഏരിയ ആണ് അമിഗ്ദല. ഈ അമിഗ്ദലയെ തന്നെയാണ് നമ്മൾ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇമോഷണൽ ബ്രെയിൻ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ അമിഗ്ദല. അമിഗ്ദലയിൽ പല രീതിയിലുള്ള ഇമോഷൻസ് നമുക്ക് വരികയും നമ്മൾ അറൗസ്ഡ് ആവുകയും അതനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആംഗ്രി ആവുകയും പെട്ടെന്ന് ഒരു വ്യക്തിയെ ഇടിക്കാനോ തല്ലാനോ ഒക്കെ പോകുമ്പോൾ നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ചിന്തിക്കും. അതിനുശേഷം ഉണ്ടാകുന്ന വരുംവരായികകൾ എന്താണ്, പോലീസ് പിടിക്കാം അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള വരുംവരായികകൾ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ചിന്തിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ദ പാർട്ട് ഓഫ് ഫ്രണ്ടൽ ലോബ്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ഒരു തിങ്കിങ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തിങ്കിങ് ബ്രെയിൻ ഈ അമിഗ്ദലയെ കൺട്രോൾ ചെയ്യുന്നത് വഴിയായിട്ടാണ് നമ്മൾ ഒരു മാന്യമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇൻ ദ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ ചിന്തകളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഒരു ഹൈറ്റൻഡ് സ്റ്റേജിൽ എത്തുകയും ഭയങ്കരമായിട്ട് തന്റെ തോട്ടുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചിന്ത വല്ലാതെ അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യാതെയും ആ ഒരു തിങ്കിങ് ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതെ അത് ബ്ലറായി പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് വ്യക്തിക്ക് തന്റെ തോട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. Why? Because the person is experiencing a lot of stress or a traumatic experience in the life. Okay, so these are the situation when a person feels the thought broadcasting or the person feels that his thoughts are going out of his
ഹെഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാനായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കുന്നതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ വ്യക്തി തന്റെ തന്നെ ചിന്തകളെ റാഷണൽ ക്വസ്റ്റ്യനിങ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മറ്റുള്ളവർ എന്റെ ചിന്തയെ മനസ്സിലാക്കുന്നത് വഴി എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓവർ വറി ചെയ്യുന്നത് എന്നുള്ള ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ വ്യക്തി ഒരു കൗൺസിലറുടെ സഹായത്തോടെ, ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വർത്തിക്കുന്ന ഒരു കൗൺസിലറുടെ സഹായത്തോടെ സ്വയം സെൽഫ് ക്വസ്റ്റ്യനിങ് നടത്തുകയാണ്. ഈ സെൽഫ് ക്വസ്റ്റ്യനിങ്ങിൽ അദ്ദേഹം റാഷണൽ ആയിട്ടുള്ള ചില ആൻസറുകളിലേക്ക് എത്തിച്ചേരുകയും തന്റെ ഈ ചിന്ത എന്ന് പറയുന്നത് ടോട്ടൽ ഒരു ഇല്യൂഷൻ ആണെന്ന് കണ്ടെത്തുകയും ആ ഒരു ഏരിയയിൽ ആ വ്യക്തി തന്നെ കുറിച്ച് ഒരു സെൽഫ് നോളജ് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കുകയും അദ്ദേഹത്തിന് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെന്ന് അറിയുന്ന ആളുകൾ അദ്ദേഹത്തെ കൂടുതൽ കെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് വഴി, അതായത് അദ്ദേഹത്തോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ കെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് വഴിയും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കും. ഇങ്ങനെ വ്യക്തികൾക്ക് തോട്ട് ഉണ്ടാകുമ്പോൾ അവർ സോഷ്യൽ ഐസോലേറ്റഡ് ആവാനായിട്ട് ശ്രമിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കൂടുതൽ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾ വളർത്തിക്കൊണ്ടുവരുന്നത് വഴിയായിട്ട് കൂടുതൽ ആളുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് വഴി അദ്ദേഹത്തിന് ഈ വിധത്തിലുള്ള ചിന്തകളെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. So thought broadcasting is the thought that the thought of a person is going outside. So the person can control these thoughts through the logical and rational associating with thoughts, as well as mingling with the friends and the other family and social circle. Thank you, dear friends.